ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിനെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടക്കുകയാണ്. ആ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ബാരിക്കേഡുകൾ വെച്ച് ഈ മാർച്ച് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ബാരിക്കേഡുകൾ അവിടെ നിന്ന് മാറ്റി കളക്ടറേറ്റിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഇടുക്കി കളക്ടറേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ വായിച്ചിരുന്നത്. രാഹുൽ, ബാരിക്കേഡുകൾ ഭേദിക്കാനൊരു ശ്രമം നടത്തി, പക്ഷേ അത് അങ്ങോട്ട് വിജയിച്ചില്ല. നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ടോ അവിടെ? പ്രതിഷേധക്കാർ പറയുന്നത് എന്താണ്? ഈ ശബരിമല സ്വർണ്ണക്കൊള്ള, അതുപോലെ തന്നെ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷാണ് ഇത് ഉദ്ഘാടനം ചെയ്യുക എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്തായാലും ഈ കളക്ടറേറ്റ് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നീക്കം ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുകയും ചെയ്തിരുന്നു. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരിൽ ആളെണ്ണം കുറവാണെന്ന് ആണെങ്കിൽ പോലും പ്രതിഷേധം ശക്തമാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടിയുള്ള ഊർജിതമായിട്ടുള്ള ശ്രമം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ടുള്ള ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിട്ടിരിക്കുകയാണ്. പോലീസ് ഇവരെ തടയുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായിട്ടുള്ള ശ്രമം തന്നെ നടത്തുകയും ചെയ്യുന്നു. എന്തായാലും ആ ബാരിക്കേഡുകൾ ഭേദിച്ച് ഇടുക്കി കളക്ടറേറ്റിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.